US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? ഉത്തരം സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസ്. 2026 100ാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ആസാമീസ് കവി ആരാണ്? 2026 100ാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ആസാമീസ് കവി ആരാണ്? ഉത്തരം ഭൂപൻ ഹസാരിക. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം എറണാകുളം, കൊച്ചിയിൽ. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഉത്തരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് അഥവാ KSFE. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്നതും ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്നതും ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? ഉത്തരം കൂമ്പിച്ചൽ കടവ് പാലം. ദേശീയ ഹിന്ദി ദിവസ് എന്നാണ്? ദേശീയ ഹിന്ദി ദിവസ് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് ഏതാണ്? ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് ഏതാണ്? ഉത്തരം ആതിരപ്പിള്ളി. ഭൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രൊജക്റ്റ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രൊജക്റ്റ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത് ഏതാണ്? ഉത്തരം സുന്ദർബൻ ടൈഗർ റിസർവ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടക. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ്. വാൻകൂർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട P. അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയുടെ പേര്? വാൻകൂർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട
പി. അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററി ഏതാണ്? ഉത്തരം ഐ ആം രേവതി. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജെൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജെൻസി വിപ്ലവം, ജെൻസെഡ് വിപ്ലവം എന്നും പറയുന്നുണ്ട് കേട്ടോ, എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം ഏതാണ്? ഉത്തരം നേപ്പാൾ. 1996-നും 2010-നും ഇടയിൽ ജനിച്ചവരാണ് ജെൻസെഡ് അഥവാ ജെൻസി തലമുറ എന്നറിയപ്പെടുന്നത്. ജെൻസി വിപ്ലവത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? ജെൻസി വിപ്ലവത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം KP ശർമ്മ ഒലി. KP ശർമ്മ ഒലി. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ഉത്തരം K. സോമപ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പൈതൃക മേഖല ഏതാണ്? യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട പൈതൃക മേഖല ഏതാണ്? ഉത്തരം വർക്കല പാപനാശം കുന്നുകൾ. ലോക സാക്ഷരതാ ദിനം എന്നാണ്? ലോക സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 8. 2025 ലോക സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോക സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ എറ. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ എറ. പോൾ വാൾട്ടിൽ 13 തവണയും ലോക റെക്കോർഡ് ഭേദിച്ച അർമാൻ ഡുപ്ലാന്റിസ് ഏത് രാജ്യത്തെ കായിക താരമാണ്? പോൾ വാൾട്ടിൽ 13 തവണയും ലോക റെക്കോർഡ് ഭേദിച്ച അർമാൻ ഡുപ്ലാന്റിസ് ഏത് രാജ്യത്തെ കായിക താരമാണ്? ഉത്തരം സ്വീഡൻ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം തമിഴ്നാട് സ്വദേശിയായ CP രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷിഫാം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷിഫാം ഏതാണ്? ഉത്തരം ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം, എറണാകുളം. അടുത്ത ചോദ്യം, 2023-24 ആർദ്ര കേരളം പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? 2023-24 ആർദ്ര കേരളം പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി. 2023-24 ആർദ്ര കേരളം പുരസ്കാരം 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? 2023-24 ആർദ്ര കേരളം പുരസ്കാരം 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്?
ഉത്തരം പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത്. 2023-24 ആർദ്ര കേരളം പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? 2023-24 ആർദ്ര കേരളം പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഇടുക്കി. 2023-24 ആർദ്ര കേരളം പുരസ്കാരം നേടിയ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഏതാണ്? മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരും കോർപ്പറേഷൻ തിരുവനന്തപുരവുമാണ്. പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിൻ്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത്? പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിൻ്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത്? ഉത്തരം ബുധൻ. വനിതകളുടെ കോപ്പ അമേരിക്കൻ ഫുട്ബോൾ കിരീടം തുടർച്ചയായി 5-ാം തവണയും സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം തുടർച്ചയായി 5-ാം തവണയും സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമായ ഗ്രാൻഡ് കാന്യൺ പാലം നിർമ്മിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമായ ഗ്രാൻഡ് കാന്യൺ പാലം നിർമ്മിച്ച രാജ്യം ഏതാണ്?